ശുഭകോന കൺവെൻഷന്റെ രണ്ടാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയവനായ ദൈവം ഈ വലിയ നോമ്പിന്റെ ആദ്യ ദിവസങ്ങളിൽ തൻ്റെ സന്നിധിയിൽ ഒന്നിച്ചു നിൽപ്പാൻ നമ്മെ ഇടയാക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ബഹുമാനപ്പെട്ട തോമസ് അച്ഛനിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേൾക്കുവാൻ നമുക്കിടയായി. നോമ്പിലെ പ്രകാരം നാം ആയിരിക്കണമെന്നും നോമ്പിന്റെ തുടക്കം എത്രത്തോളം ശുദ്ധിയോടുകൂടെ നാം അതിൽ പ്രവേശിക്കണമെന്നും നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഒരു അവസരം ലഭിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അച്ഛനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ശുഭകോന കൺവെൻഷന്റെ രണ്ടാം ദിവസമാണല്ലോ. രണ്ടാം ദിവസം നമ്മോട് സംസാരിക്കുന്നത് റവറൻ ഡോക്ടർ സാം കോശി അച്ഛനാണ്. അച്ഛന് മാർത്തോമാ സഭയിലെ ഒരു വൈദികനാണ്. 21 വർഷമായി തൻ്റെ ശുശ്രൂഷ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പത്തനംതിട്ടയിലെ ഇലന്തൂർ സ്വദേശിയാണ്. എന്നാൽ നിലവിൽ അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലാണുള്ളത്. അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ബേണിൽ മാർ അപ്രേമിന്റെ രചനകളിലെ ക്രിസ്റ്റോളജിയെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഡോക്ടറേറ്റിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. കോവിഡ് ഒക്കെ നിമിത്തം അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ സെറമണി ഒന്നും കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞങ്ങൾ സ്നേഹിതരെല്ലാം ഒന്നിച്ച് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സാം കോശി അച്ഛനെ റവറൻ ഡോക്ടർ സാം കോശി അച്ഛൻ എന്ന് ആദ്യം സംബോധന ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് ആകണമെന്ന് ചില സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞതിനോടുള്ള ബന്ധത്തിലാണ് ഞങ്ങള് ഇപ്രകാരം റവറൻ ഡോക്ടർ സാം കോശി അച്ഛൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോട് സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ റിസർച്ച് ഭാഗമായിട്ടുള്ള നോമ്പും പ്രാർത്ഥനയും മാർ അപ്രേമിന്റെ രചനകളിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമുക്കറിയാം, വിവിധ പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി സഭകൾ വിവിധങ്ങളായ നേതൃത്വത്തിന്റെ കീഴിൽ വ്യത്യസ്തമായി നിൽക്കുകയാണെങ്കിലും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇവരെ എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിയിണക്കുന്ന ഘടകമെന്ന് പറയുന്നത് സഭാപിതാക്കന്മാരും അവരുടെ രചനകളുമാണ്. ഈ രചനകളെ ആണ് നമ്മുടെ ആരാധനകളിലെ കൂദാശകളിലൊക്കെ നമ്മൾ പാടുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളതായ ആ പിതാക്കന്മാരുടെ രചനകളെ കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുന്നുവല്ലോ. ആയതിനാല് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയത്ത് ബഹുമാനപ്പെട്ട സാം കോശി അച്ഛനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഏറ്റവും ബലഹീനനായ എനിക്ക് നിങ്ങളോട് ചേർന്ന് ഈ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി പരമകാരുണികനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങൾ എന്തായാലും കുറച്ചു പേര് വീഡിയോ ഓൺ ചെയ്ത് വെക്കുന്നത് സഹായകരമാണ്. ഈ മെഷീനോട് പ്രസംഗിക്കുന്നത് ഒരു പുതിയ കാലത്തിന്റെ അത്യാവശ്യമാണ്. എങ്കിലും മുഖം കുറച്ചു പേരുടെയും കാണുമ്പോൾ നമ്മൾ പറയുന്നത് കിട്ടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഒന്നറിയാൻ സാധിക്കുമല്ലോ. So at the very outset, I am very thankful and grateful for each one of your time. എല്ലാവരോടുള്ള സന്തോഷം, നന്ദി അറിയിക്കട്ടെ. പ്രിയപ്പെട്ട സജീവ്, അതുപോലെ തന്നെ പാസ്റ്റർ ഷിബു, മറ്റെല്ലാ ഓർഗനൈസേഴ്സിനോടും ഉള്ള നന്ദി, സ്നേഹം ഞാൻ അറിയിക്കുന്നു. 2 കാരണങ്ങളാലാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത്. നമ്പർ 1, സുറിയാനി സഭകൾ തമ്മിൽ ആധ്യാത്മികവും ദൈവശാസ്ത്രപരവുമായ അടുപ്പങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള എൻ്റെ വിശ്വാസം കൊണ്ട്. 2, യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ധാരാളം തെറ്റായ പഠിപ്പിക്കലുകളെ തിരുത്തുകയും ശരിയായ പഠിപ്പിക്കലുകളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു നല്ല പ്രവർത്തനമാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അതിനോടുള്ള എൻ്റെ ഒരു ബഹുമാനവും സ്നേഹവും പറയാൻ വേണ്ടിയാണ്.
രണ്ടാം ഭാഗം ഞാൻ പറയുന്നതിനൊരു കാരണമുണ്ട്. ഞാൻ വളരെ ഉത്സാഹത്തോടെയാണ് യൂറോപ്പിൽ പഠിക്കാൻ വന്നത്. യൂറോപ്പിൽ പഠിക്കാൻ വന്നപ്പോൾ ഈ കാൽവിൻ, ലൂതർ ഇവരുടെയൊക്കെ പള്ളികൾ പോയി കാണാൻ ഒരു ഭാഗ്യമുണ്ടായി. ഒത്തിരി ആവേശത്തോടാണ് ഞാൻ അവിടോട്ടൊക്കെ പോയത്. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇതൊക്കെ പഠിക്കുമ്പോൾ ഈ കാൽവിൻ, ലൂതർ എന്നൊക്കെ പറഞ്ഞാൽ അവർ വലിയ വലിയ ആൾക്കാരാണ്. അവർ ശരിക്കും വലിയ ആൾക്കാരായിരുന്നു. എന്നാൽ അവരുടെ പള്ളികളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ചില പള്ളികൾ വിറ്റുപോയി, ചില പള്ളികളിൽ ആളില്ല. അതൊരു ഡൈയിങ് ആയിട്ട് തോന്നാറുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഞാൻ ഈസ്റ്റ് യൂറോപ്പിൽ പോകാൻ ദൈവം എനിക്ക് അവസരം തന്നു. അർമേനിയ, സെർബിയ, റുമേനിയ, ഉക്രൈൻ ഇവിടെയൊക്കെ പോകുമ്പോൾ പള്ളി നിറച്ചാളാണ്. ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ കൂടെ പള്ളി നിറച്ചാളാണ്. സോ അതെനിക്ക് ഭയങ്കരമായ ആഴത്തിലുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ തരികയും അത് എൻ്റെ മനസ്സിലുള്ളപ്പോഴാണ് ഈ സത്യസുവിശേഷം, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസവും സഭയുടെ പുരാതനമായ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉപദേശങ്ങളും പറയുന്ന ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള, സിറിയൻ ഫാമിലിയിലുള്ള ചർച്ചസിന്റെ ടീച്ചിങ് നൽകുന്ന, അത് പഠിക്കുന്ന ഈ ഗ്ലോറിയസ് ഗോസ്പലിനോടുള്ള എൻ്റെ ബഹുമാനവും സ്നേഹവും അറിയിക്കട്ടെ. എനിക്കൊരു അഭിനന്ദനാർഹമായിട്ട് ഇങ്ങനെ ഒരു ഡിഗ്രി ഇപ്പോൾ തരാൻ നിങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് പരീക്ഷ കഴിഞ്ഞ് എൻ്റെ ഡിഗ്രി അവാർഡ് ചെയ്താൽ മാത്രമേ എനിക്ക് അങ്ങനെ പറയാനായിട്ട് റൈറ്റോ അല്ലെ പറയാനായിട്ട് അവസരമോ ഉള്ളൂ. അതുകൊണ്ട് എങ്ങും തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, എനിക്ക് ഡോക്ടറേറ്റ് ഇല്ല. അതൊരു സ്നേഹം കൊണ്ട് എന്നെക്കുറിച്ചുള്ള ഈ അപ്പനെ മക്കളെ കുറിച്ചൊക്കെ പറയല്ലോ, വലിയ മിടുക്കനാണ്. നമ്മളെ മിടുക്കനായോണ്ടല്ലോ, മിടുക്കനാകാൻ വേണ്ടി പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ആവണം എന്നുള്ള പ്രിയപ്പെട്ട സ്നേഹിതരുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് പറഞ്ഞത്. അതിനെ ഞാൻ മാനിക്കുന്നു. എന്നാൽ നിങ്ങൾ എങ്ങും തന്നെ അങ്ങനെ വെക്കരുത്, എനിക്ക് അങ്ങനെ ആയിട്ടില്ല എന്നുള്ളത് ഓർക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പൊന്നുകർത്താവേ, അവിടുന്ന് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം പല രാജ്യങ്ങളില്, പല ദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ ഈ നോമ്പ് കാലത്ത് സുറിയാനി പാരമ്പര്യമുള്ള, പൗരസ്ത്യ പാരമ്പര്യമുള്ള ആദിമ സഭയുടെ പിന്തുടർച്ചക്കാരായ ഞങ്ങൾക്ക് ശാന്തതയോടെ ആയിരിക്കാൻ നീ തരുന്ന അവസരത്തിനായി സ്തുതി. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ഭാഗ്യവാന്മാരായ വിശുദ്ധന്മാരായ വിശുദ്ധമതികളായ പൂർവ്വപിതാക്കളെ, മാതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. അവരിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ചൈതന്യങ്ങള്, മാതൃകകൾക്കായി നിനക്ക് സ്തുതി. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്ന മാർ അപ്രേം എന്ന വിശുദ്ധന്റെ ജീവിതത്തിന്റെ ചിന്തകൾ, ധ്യാനങ്ങൾക്കായി നിനക്ക് സ്തുതി. ആ ചിന്തയിലൂടെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളോട് അവിടുന്ന് ഉണ്ടാകണമേ. പല ഭവനങ്ങളിൽ നിന്നും പല കോണ്ടെക്സ്റ്റിൽ നിന്നും നിന്റെ മക്കൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ മക്കൾ ഓരോരുത്തരോടും അവിടുന്ന് സംസാരിക്കണമേ. എല്ലാം അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് മാത്രം ആക്കി തീർക്കണമേ. ആദ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. നോമ്പും പ്രാർത്ഥനയും മാർ അപ്രേമിന്റെ രചനകളിൽ എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. ഒന്നാം ഭാഗത്ത് ഞാൻ പറയാൻ പോകുന്നത് പിതാക്കന്മാർ അവരെ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ആദിമ സഭാപിതാക്കന്മാരെ നാം പഠിക്കണം. We need to study the early fathers of the church. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ രചനകൾ അത്രയേറെ ആഴമുള്ളതും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട മോഡറേറ്റർ സജീവ് തൂമ്പങ്ങൾ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ തട്ടകവുമാണ്. So if you know the literature of the fathers, then you will surely know what you are praying. നമ്മുടെ പ്രാർത്ഥനകളുടെ ആഴം അറിയണമെങ്കിൽ പിതാക്കന്മാരെ പഠിക്കും. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ മാമോദീസ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇഹലോകത്തിന്റെ മായാവസ്ഥയെ തിരിച്ചറിയാൻ ബോധത്തിന്റെ കണ്ണുകളെ തുറക്കണം. വിശുദ്ധ കുർബാനയിൽ അച്ഛന്മാർ ചൊല്ലും പറയും, നമ്മുടെ വിചാരങ്ങളും ഹൃദയങ്ങളും ബോധങ്ങളും അവങ്കലായിരിക്കും.
ഇല്ലേ? ഓർക്കുന്നില്ലേ ഇത്? അപ്പൊ ഈ ബോധം എന്നുള്ള വാക്ക് എന്താണ്? ബോധം എന്നുള്ളത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്നേക്കുന്ന നമുക്ക് വെളിവുണ്ടാവുക ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇല്യൂമിൻഡ് ഇന്റലിജൻസ് ആണ്, പ്രകാശിതമായ ബുദ്ധി. അവർ പറയുന്നുണ്ട്, സയൻസ് പഠിക്കാൻ, ജോഗ്രഫി പഠിക്കാൻ, കെമിസ്ട്രി പഠിക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധി വേണം. പക്ഷെങ്കിൽ ദൈവികമായ മർമ്മങ്ങളെ, ജ്ഞാനങ്ങളെ തിരിച്ചറിയാനായിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് ശുദ്ധീകരിക്കപ്പെട്ടൊരു തലം വരികയും അതിനപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഇല്യൂമിൻഡ് ഇന്റലിജൻസ്. അതാണ് ബോധം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിറ്റർജിയിലെ ഒരു വാക്ക് ഞാൻ എടുത്തുന്നുള്ളൂ. അങ്ങനെ പിതാക്കന്മാരെ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ആരാധനാക്രമങ്ങൾ ശരിക്ക് മനസ്സിലാകത്തുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ട മോഡറേറ്റർ പറഞ്ഞതിനെ ഞാൻ വീണ്ടും ഒന്ന് ഓർപ്പിക്കും. പിതാക്കന്മാരുടെ രചനകൾ പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊരു ഫിലോസഫി ഉണ്ട്, അതിനകത്ത് തിയോളജി ഉണ്ട്, അതിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ട്. ഒരു ദാർശനിക തലമുണ്ട്, ഒരു ദൈവശാസ്ത്ര തലമുണ്ട്, അതിനകത്തൊരു ആധ്യാത്മികതയുണ്ട്. അതുകൊണ്ടാണ് പിതാക്കന്മാരെ നാം പഠിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ദർശനതലം, നമ്മുടെ വിശ്വാസത്തിന്റെ ദൈവശാസ്ത്ര തലം, നമ്മുടെ വിശ്വാസത്തിന്റെ ആധ്യാത്മിക തലം, ഇത്രയും പഠിച്ചാൽ മാത്രമേ ഒരാൾ എന്തെങ്കിലും ഒരു ഉപദേശം പറയുമ്പോൾ നമുക്ക് എന്തുവാന്ന് മനസ്സിലാവും. എന്ന് മാത്രമല്ല, അവർ 3 കാര്യങ്ങളെ കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. ഒന്ന്, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെക്കുറിച്ച് അവർ പറയും. 2, ദൈവത്തിന്റെ തിരുസഭയെക്കുറിച്ച് അവർ പറയും. 3, മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അവർ പറയും. ഒന്നുകൂടെ ഞാൻ പറയാം. 3 കാര്യങ്ങളെ കുറിച്ചാണ് അവരെപ്പോഴും പറയുന്നത്. ഒന്ന്, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം, ഹോളി ട്രിനിറ്റി, അതിലാണ് അവരുടെ എപ്പോഴും കോൺവെർസേഷൻ മൂവ് ചെയ്യുന്നത്. 2, ദ ഹോളി ചർച്ച്, ലോകത്തിൽ ദൈവമാക്കിയിരിക്കുന്ന തിരുസഭ, പരിശുദ്ധ സഭ. 3, ലോകത്തിൽ ദൈവമാക്കിയിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങൾ അഥവാ മനുഷ്യജീവൻ. ഈ 3നെ ചേർത്താണ് ഇവരെപ്പോഴും പറയാം. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകട്ടെ. 3 തരം സഭാപിതാക്കന്മാരുണ്ട്. പ്രധാനമായും ആദിമ നൂറ്റാണ്ടൊക്കെ പഠിക്കുമ്പോൾ 3 പാരമ്പര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരു പാരമ്പര്യം ഓരോരുത്തർക്കും ഡിയർ ആയിരിക്കും. എന്നാൽ നമ്മളൊന്ന് ലാർജായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ലാറ്റിൻ ഫാദേഴ്സ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സെന്റ് അഗസ്റ്റിൻ, ആംബ്രോസിലെ മിലാനിനെ ആംബ്രോസ് ഒക്കെ. സെന്റ് അഗസ്റ്റിനെ നമുക്ക് ഒത്തിരി അറിയാവുന്നതുകൊണ്ട് സെന്റ് അഗസ്റ്റിൻ തൊട്ട് തോമസ് അക്വീനാസ് വരെയുള്ള ഒരു ട്രഡീഷൻ ഉണ്ട് ലാറ്റിൻ ഫാദേഴ്സ്. 2 ഗ്രീക്ക് ഫാദേഴ്സ് ആണ്. ഗ്രീക്ക് ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രിഗറി ഓഫ് നിസ, ഗ്രിഗറി ഓഫ് നാസിയാൻസസ്, ബേസിൽ തുടങ്ങിയിട്ട്. 3ാമതാണ് സുറിയാനി പിതാക്കന്മാർ. സുറിയാനി പിതാക്കന്മാരുടെ കൂട്ടത്തിൽ നമുക്കറിയാം അഫ്രഹാത്ത്, മാർ അപ്രേം, ജേക്കബ് ഓഫ് സെറൂഗ്, ഫിലക്സിനോസ് ഓഫ് മാബൂഗ്, സേവേറിയസ് ഓഫ് ആന്റിയോക്ക്, ഇങ്ങനെ ഒരു നിര വരുന്നുണ്ട്. ഇതിൽ 3ാമത്തെ നിരയിൽപ്പെട്ട സുറിയാനി പിതാക്കന്മാർ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചും കേരളത്തിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൈഗ്രന്റ് കേരള ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുറിയാനി സഭയുടെ ചരിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. 315 ഈഡിക്റ്റ് ഓഫ് മിലാനിൽ വെച്ചാണ് ക്രൈസ്തവ സഭയ്ക്ക് റോമാ സാമ്രാജ്യത്തിനകത്തൊരു അംഗീകാരം കിട്ടിയത്. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ പല എഴുത്തുകാരും കേരളത്തിൽ ചരിത്രം എഴുതുമ്പോൾ ഇത് മാത്രം വെച്ച് എഴുതാറുണ്ട്. അത് ചോദ്യപ്പെടേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തും അതിനു മുമ്പും 315 ഒഫീഷ്യലായിട്ട് ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് തന്നെ റോമാ ഗവൺമെന്റിന് പുറത്ത് സഭയുണ്ടായിരുന്നു. അത് സുറിയാനി സഭയുടെ ആദ്യ രൂപങ്ങൾ ആയിരുന്നു. അങ്ങനെ പേർഷ്യയിൽ തുടങ്ങി ഇങ്ങോട്ട് വന്ന് സിൽക്ക് റോഡ് വഴി ഇന്ത്യയിൽ വരെ വരുന്ന ഒരു സഞ്ചാരമാർഗം ഉണ്ടായിരുന്നു. എഡേസയിലെ സഭയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. സെന്റ് തോമസിനെ അവരും സെയിന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഡിസ്കഷൻസിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ഇതിന് എടുക്കുന്നില്ല. എന്നാൽ ഈ സുറിയാനി പാരമ്പര്യം ഇങ്ങനെ വളരെ ഗൗരവമായ ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുറിയാനി പിതാക്കന്മാരെ നമ്മൾ പഠിക്കണം. പഠിക്കാതെ നമ്മൾ സുറിയാനിക്കാരാണെന്ന് പറയുമ്പോൾ ഇത് ജാതിയാണോ, ഇതൊരു വിശ്വാസധാരയാണ്?
ചുമ്മാ ആണെങ്കിലും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞങ്ങൾ സുറിയാനിക്കാരാ. സുറിയാനി ഒരു ജാതിയല്ല. അത് ലോകത്തിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഏക സ്ഥലം ഇന്ത്യ ആയിരിക്കും, കേരളമായിരിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഈ ജാതി ബോധം നമ്മുടെ തലയിൽ കയറി പിടിച്ചേക്കുന്നതുകൊണ്ട് അതൊരു ജാതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ കുറെ ക്ലവറായ ആൾക്കാരെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതിനെ ഒരു ജാതിയായിട്ട് ആരോപിക്കുകയും ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി രണ്ടിടത്തുനിന്നും കുറച്ചുപേര് ഇങ്ങോട്ട് പറഞ്ഞങ്ങനെ ജാതിയാക്കി, കുറച്ചുപേര് ജാതിയാന്ന് തെറ്റിദ്ധരിച്ചു. ഇതൊരു ജാതിയല്ല, ഇതൊരു വിശ്വാസത്തിന്റെ രീതിയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു രീതിയാണ് എ പ്രാക്ടീസ്, എ മെത്തേഡ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. അതാണ് സുറിയാനി എന്നുള്ളത്. അതുകൊണ്ട് സുറിയാനി പാരമ്പര്യത്തെ കാണേണ്ടത് അങ്ങനെയാണ്. ഇതൊരു വംശശുദ്ധിക്ക് വേണ്ടി പറയുന്നതല്ല, ഒരു വർഗശുദ്ധിക്ക് വേണ്ടി പറയുന്നതല്ല, ഒരു സാമൂഹ്യപരമായ ഒരു ഉന്നതിക്ക് വേണ്ടി പറയുന്നതല്ല. ഇത് വളരെ ആഴത്തിലുള്ള ഒരു ക്രൈസ്തവ ദർശനത്തിന് വേണ്ടി പറയുന്ന. ഇത്രയും പ്രാരംഭമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. എന്തുകൊണ്ട് മാറപ്രയം ജീവിച്ചിരുന്നത് AD 303 to 373 വരെയാണ്. AD 303 മുതൽ 373 വരെയാണ്. ഡേറ്റുകളെ കുറിച്ച് ചെറിയ അതിൽ 372 എന്ന് പറയുന്നവരൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ ഒരു പൊസിഷനാണ് ഞാൻ പറയുന്നത്. മാറപ്രേമിനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം, നിഖ്യാ വിശ്വാസ പ്രമാണത്തിന്റെ കാലത്ത് തന്നെയാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഈ നിഖ്യാ വിശ്വാസ പ്രമാണത്തിന്റെ ചിന്തകൾ വളരെ ആഴത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, മാറപ്രേമിന്റെ രചനകൾ അദ്ദേഹം കൂടുതൽ എഴുതിയത് കവിതയിലൂടെയാണ്, പോയട്രിയാണ്. കൂടുതൽ പ്രോസ് എഴുതിയിട്ടുണ്ട്, പക്ഷെ കൂടുതലും കവിതകളാണ്. ഈ കവിതകളുടെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ, ആഴം പഠിക്കും. നമ്മളതിൽ ചിലത് ഇനി പഠിക്കാൻ പോവുകയാണ്. പക്ഷെ ആ മാറപ്രേമിന്റെ കവിതകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ സഭയിലും ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. മാറപ്രേമിനെ അർമേനിയൻ ചർച്ചിലെ ലിറ്റർജി ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്, റഷ്യൻ ചർച്ചിലെ ലിറ്റർജി ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ പഠിച്ചു ചെന്നപ്പോൾ എനിക്ക് അതിശയം തോന്നിയത്, മെത്തഡിസ്റ്റ് ചർച്ചിന്റെ ആൾക്കാർ പോലും, അതിന്റെ ആദ്യകാല ആൾക്കാർ പോലും ഇവരെയൊക്കെ ഗൗരവമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് വന്നപ്പോൾ അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ പല സഭകളുടെയും പൊതുവായ ഒരു സഭാപിതാവ് എന്ന അർത്ഥത്തിലും നമുക്ക് മാറപ്രേമിനെ കാണാൻ സാധിക്കും. മൂന്നാമതായി, മാറപ്രേമിനെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, വളരെ ബിബ്ലിക്കലാണ് അദ്ദേഹത്തിന്റെ രചനാരീതി. അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വാക്യമെടുക്കും, വെളിപാട് പുസ്തകമെടുക്കും, ഇതിവ തമ്മിൽ ചേർത്താണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വളരെ ബിബ്ലിക്കലാണ്. എനിക്ക് ഈ പിതാക്കന്മാരെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു 7 വർഷമേ ഉള്ളൂ ഞാൻ പിതാക്കന്മാരെ ഗൗരവമായിട്ട് പഠിച്ചത്. എൻ്റെ ജീവിതത്തിന്റെ ഒരു സമയം മുഴുവൻ മറ്റ് ഫിലോസഫീസ് ഒക്കെ പഠിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഗൗരവമായി പിതാക്കന്മാരെ വായിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പ്രത്യേകിച്ച് സെന്റ് എഫ്രേമിനെ, ഹൈലി ബിബ്ലിക്കലാണ്. വിശുദ്ധ വേദപുസ്തകത്തെ അവർ അങ്ങനെ കാണുകയാണ്. അത് ചുമ്മാതെ ഇങ്ങനെ ഇഷ്ടമില്ലാത്തവനെ കുത്താൻ വേണ്ടിയുള്ള വാക്യമല്ല. ഉണ്ടല്ലോ, എനിക്ക് ഈ വാക്യം പറയുമ്പോൾ ഓരോ തമാശ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളിതൊരു കൺവെൻഷനുകളാണല്ലോ, അതുകൊണ്ട് തമാശകളും ആവശ്യമായിരിക്കുമല്ലോ. ഞാൻ കോട്ടയത്തു നിന്ന് തിരുവല്ലയ്ക്ക് ബസ്സിൽ പോവാണ്. ഒരാളിനോട് ചോദിച്ചു, വേദപുസ്തകമൊക്കെ വായിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു വായിക്കാറുണ്ട്. യോഹന്നാൻ 3:16 വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, 17 വായിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, മർക്കോസ് 16:16 വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അതും 17 വായിച്ചത്. പിന്നെ എന്നോട് ചോദിച്ചു, രക്ഷയുടെ പടിയെല്ലാം കയറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു പടിയേലല്ല, ലിഫ്റ്റേലാണ്. അപ്പൊ അതെന്നാ വെച്ചാൽ ലിഫ്റ്റേല്? പറഞ്ഞു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാകുന്നു. സ്നേഹത്താലാണ് രക്ഷ, ദൈവത്തിന്റെ സ്നേഹമാണ് രക്ഷ. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. എന്നോട് എന്തോ പണി? ഞാൻ പറഞ്ഞു, ഇങ്ങനെ സെമിനാരി അവസാന വർഷ വിദ്യാർത്ഥി, എന്തിനാ എന്റെ സമയം വെറുതെ കളഞ്ഞ? നേരത്തെ പറയത്തില്ലായിരുന്നോ കാര്യമൊന്നും? അങ്ങനെ ഈ ചുമ്മാ 2 വാക്യം ഒന്നും പറഞ്ഞ് ആൾക്കാരെ വിരട്ടി കളിപ്പിച്ച്, അതല്ല അതിന്റെ ഒരു ശരി, അതൊന്നും അല്ല അതിന്റെ ഒരു രീതി. വിശുദ്ധ വേദപുസ്തകത്തെ അവർ കണ്ടത് ഒരു കൂദാശയായിട്ട്. വിശുദ്ധ വേദപുസ്തകം ഒരു കൂദാശയാണ്. വേദപുസ്തകത്തെ അവർ കണ്ടത് ദൈവത്തെ വെളിപ്പെടുത്തുന്ന കൂദാശകളുടെ കൂട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ആദിമസഭ വിശുദ്ധ വചനത്തെ വളരെ ആഴത്തിൽ പഠിച്ചിരുന്നു, ആഴത്തിൽ ധ്യാനിച്ചിരുന്നു, ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് എഫ്രേമിന്റെ രചനകളിലെല്ലാം തന്നെ ഈ ഒരു ബൈബിളിനോടുള്ള ഒരു ബന്ധം നമ്മളെ ആഴത്തിൽ സ്പർശിക്കും. അതുകൊണ്ട് എഫ്രേമിനെ പഠിക്കണം.
എബ്രാഹിമിന്റെ രചനകളിലെ പ്രധാനപ്പെട്ട 4 ആശയങ്ങൾ ഞാൻ പറയുന്നു. പെട്ടെന്ന് അത് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കും. എഫ്രൈമിന്റെ രചനകളിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആശയം വണ്ടർ എന്നുള്ളത്. ദൈവം യേശുവിൽ മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും. ദൈവം യേശുവിൽ രണ്ടാമത്തെ ആദാമായി. അങ്ങനെ പറുദീസ നഷ്ടപ്പെട്ട, പറുദീസ നഷ്ടമായി പോയ നമുക്ക് വീണ്ടും പറുദീസ ലഭിക്കുന്നു. ആ പറുദീസയുടെ സന്തോഷം ക്രിസ്തുവിന്റെ ചൈതന്യമായി നമ്മൾ അനുഭവിക്കും. അങ്ങനെ എഫ്രൈം പറയുന്നത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു പിതാവാം ദൈവത്തിൽ നിന്നും വന്നു, എന്നാൽ പരിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ജഡം സ്വീകരിക്കുന്നു, ശരീരം സ്വീകരിക്കുന്നു. അപ്പൊ കാലത്തിനു മുമ്പേ മാതാവില്ലാതെ പിതാവിൽ നിന്ന് ജനിക്കുകയും കാലത്തികവിങ്കൽ പിതാവില്ലാതെ മാതാവിൽ നിന്ന് ജനിക്കുകയും, ഇത് എഫ്രൈമിൽ വളരെ ശക്തമായിട്ട് കാണുന്ന ഒരു ആശയമാണ്. ഇത് നമ്മുടെ ആരാധന ക്രമത്തിലുണ്ട്. നമ്മൾ വായിച്ചങ്ങ് വിടുന്നത് കൊണ്ട് അന്നേരം നമ്മൾ ചിലപ്പം കസേര കിട്ടുമോ, ഫാൻ കറങ്ങുന്നുണ്ടോ, അല്ലെ ഇതൊക്കെ ആയിരിക്കും. മൊബൈൽ അന്നേരം ആയിരിക്കും അടിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും കേൾക്കാത്തത്. ഞാനൊരിടത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ മുന്നേ ഇരിക്കുന്ന ഒരു ആന്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ആന്റി എന്തുവാ ഇങ്ങനെ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് എന്തായിരുന്നു അങ്ങനെ ചെയ്തത്? അപ്പൊ ആന്റി പറഞ്ഞു, അച്ഛൻ വീട്ടിലുണ്ട്, എല്ലാം എടുത്തു വെച്ചായിരുന്നു, പക്ഷെ തവി എടുത്തോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം. അതാണ് ഈ പാവം വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചത്. ഈവൻ ദോ ദ ലിറ്റർജി ഈസ് സോ പവർഫുൾ, വളരെ ആഴമുള്ളതാണെങ്കിലും നമുക്കിത് വിട്ടുപോകും. നമ്മൾ ആരാധനക്രമത്തിൽ ചൊല്ലുന്നതാണ്, കാലത്തിന് മുമ്പേ മാതാവില്ലാതെ പിതാവിൽ നിന്ന് ജനിക്കുകയും കാലത്തികവെങ്കിൽ പിതാവില്ലാതെ മാതാവിൽ നിന്ന് ജാതം ചെയ്യുകയും ചെയ്തവനായ യേശു. അപ്പൊ ഈ ദൈവത്തെ, ഈ മശിഹായെ കാണണമെങ്കിൽ യു ഹാവ് ടു ഹാവ് വണ്ടർ. നിങ്ങൾക്ക് അതിശയത്തോടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ദിസ് ഈസ് എ മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്. അത് ഒളിച്ചു വെച്ചേക്കുന്നത് കൊണ്ടല്ല, അതിൻ്റെ ഉന്നതമായത് കൊണ്ടാണ്. അത് നമ്മൾ പോയി ഹിമാലയത്തിന്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു രഹസ്യമാണ്. കാരണം അത് അത്ര ഉന്നതമാണ്. കടലിന്റെ കരയ്ക്ക് പോയി നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിന് ഇത്ര ആഴമുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു രഹസ്യമാണ് എന്ന് പറയുന്നത്. സോ ഡീപ്പ്, സോ ഡീപ്പ്. അതുകൊണ്ട് എനിക്കൊരു വിസ്മയമാണിത്. അയ്യോ, ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ള വിസ്മയം. ഈ വിസ്മയത്തിന് മുമ്പാകെ ജീവിക്കുക, ഈ വിസ്മയത്തിലേക്ക് നിരന്തരം ചേരുക, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷമായിട്ടും മനസ്സിലാക്കലായിട്ടും. ഇതിനെ അദ്ദേഹം പല മുഖാന്തരത്തിലൂടെ പറയുന്നുണ്ട്. സൈലൻസിലൂടെ പറയുന്നുണ്ട്, സ്മെല്ലിലൂടെ പറയുന്നുണ്ട്, പ്രവൃത്തികളിലൂടെ പറയുന്നുണ്ട്, വാക്കിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റിക്ക് മുഴുവൻ ഈ വിസ്മയത്തിലേക്ക് ചേരാൻ സാധിക്കും. അതുകൊണ്ട് രണ്ടാമതായി അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരാശയം പരിശുദ്ധ കന്യക മറിയാമിൽ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ്. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ചു എന്നുള്ളതിനെ പൗരസ്ത്യ വിശ്വാസത്തിന്റെ ആഴമായ ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം പരിശുദ്ധ കന്യക മറിയാമിൽ ദൈവം ഭൂമിയിലേക്ക് പ്രത്യേകമായ തരത്തിൽ താന്നു വരുന്നു, അല്ലെങ്കിൽ ഡിസെൻഡ് എന്ന് നമുക്ക് തോന്നാം. ദ സെയിം ടൈം പരിശുദ്ധ കന്യക മറിയാമിൽ ഭൂമി മുഴുവനും ദൈവത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഇറങ്ങി വരികയും അതേസമയം മനുഷ്യത്വം സൃഷ്ടി മുഴുവൻ ഉയരുകയും ചെയ്യുന്ന പോയിന്റ് ആയിട്ടാണ് കന്യക മറിയാമിനെ കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ പരിശുദ്ധ കന്യക മറിയാമും യേശുവും തമ്മിലുള്ള സംഭാഷണം വളരെ മനോഹരമാണ്. ഇത് നിങ്ങൾ പല രാജ്യങ്ങളുള്ളവർ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ധാരാളം പുസ്തകങ്ങളുണ്ട്, ഓൾറെഡി ഇതിനകത്തൊക്കെ പഠിച്ചവരും ഒക്കെ ഇരിപ്പുണ്ടായിരിക്കും. എനിക്ക് അവർക്കെല്ലാം ഇത് അറിയാവുന്ന ബുക്കാണ്. പക്ഷെ ഇതൊരു വൺ ഓഫ് ദി ഗുഡ് ബുക്കാണ്. എഫ്രൈം ദ സിറിയന്റെ രചനകളുടെ ഒരു സമ്മറിയാണിത്. കാത്തലിൻ മക്വി എന്ന് പറഞ്ഞ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്കോളറാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പറ്റുന്നവരൊന്ന് വായിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. ഇതിൽ പറയുന്ന ചില പോയംസിൽ പറയുന്നുണ്ട്, കന്യക മറിയാം ഈ മുലയൂട്ടുന്ന കുഞ്ഞിനോട് പറയാണ്, ഞാൻ നിന്നെ എങ്ങനെ മകനേന്ന് വിളിക്കും, കാരണം നീ എൻ്റെ രക്ഷിതാവാണല്ലോ. പക്ഷെ ഞാൻ നിന്നെ എങ്ങനെ രക്ഷിതാവെന്ന് വിളിക്കും, കാരണം നീ എൻ്റെ ഉള്ളത്തിൽ പിറന്നിരിക്കുന്നവനാണല്ലോ.
ഇങ്ങനെ പറയുന്ന വലിയ ഡയലോഗുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ദൈവ അനുഭവം എന്ന് പറയുന്നത് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ ദൈവ മനുഷ്യ സംസർഗം, ദൈവ മനുഷ്യ കൂട്ട്, ദൈവ മനുഷ്യ ചേർച്ച, അതിലൂടെ ആ വലിയ സാന്നിധ്യത്തിലും ബന്ധത്തിലും നമുക്ക് ലഭിക്കുന്ന സൗഖ്യം. അതുകൊണ്ട് എഫ്രൈമിനെ സംബന്ധിച്ച് പാപം രോഗമാണ്. ഇറ്റ് ഈസ് സിക്നസ്. സിൻ ഈസ് സിക്നസ്. ആദിപാപം എന്നൊക്കെ പറയുന്ന ചില പാരമ്പര്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ ഇവിടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ സിൻ ഒരു സിക്നസ് ആണ്, അതൊരു രോഗാവസ്ഥയാണ്. അതുകൊണ്ട് യേശു വൈദ്യനാണ്, യേശു സൗഖ്യദായകനാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന നമുക്ക് തരുമ്പോൾ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ സൗഖ്യത്തിനായി ഇത് നൽകപ്പെടും. നമ്മൾ അന്ന് ഈ കാലൊടിഞ്ഞ കാര്യം മാത്രമേ ഓർക്കുന്നുള്ളത് കൊണ്ടും അൺഫോർച്ചുനേറ്റ്ലി സൗഖ്യമെന്ന മലയാളം വാക്കിനെ പറഞ്ഞു നമ്മൾ തുമ്മൽ വന്നാൽ മാറുന്നു, നടുവേദന വന്നപ്പോൾ മാറി, ഇങ്ങനെ ഇതിനെ കളഞ്ഞത് കൊണ്ടും ഇതിന്റെ ആഴം നമുക്ക് കിട്ടുന്നില്ല. എനിക്ക് കുശുമ്പുണ്ടായിരുന്നു, ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി, ഇതുവരെ ആരും ഒന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ആർത്തിയായിരുന്നു, ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി എന്ന് പറഞ്ഞ് ആരും കേട്ടിട്ടില്ല. പക്ഷെ ബിബ്ലിക്കലി സ്പീക്കിംഗ് ഇതാണ് സൗഖ്യം, യേശുവിലുള്ള സൗഖ്യം. അതുകൊണ്ട് എഫ്രൈം പറയുന്ന അടുത്ത ആശയം, യേശുവിലൊരു സൗഖ്യമുണ്ട്. യേശുവിലെ സൗഖ്യം നമ്മൾ അനുഭവിക്കുന്നത് കൂദാശകളെ, 2 കൂദാശകളെയാണ് വളരെ ഗൗരവമായിട്ട് എഫ്രൈം പറയുന്നത്. ഒന്ന് പരിശുദ്ധ മാമോദീസ. പരിശുദ്ധ മാമോദീസയിലെ വെള്ളത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം മാത്രം പെട്ടെന്ന് പറയാം. ആ വെള്ളം എന്ന് പറയുന്നത് ആദിയിൽ സൃഷ്ടിയിൽ ഉണ്ടായിരുന്ന, സൃഷ്ടിയിൽ ഒരു വെള്ളത്തെ കുറിച്ച് പറയുന്നെങ്കിൽ ഇതാ പുതു സൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം എന്ന ആശയം എഫ്രൈം പറയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ മാമോദീസയെ തന്നെ പറുദീസയുടെ ഒരു അനുഭവത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് അടുത്തതോ ഏറ്റവും പാവനമായ അനുഭവം വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയെ ജഡാവതാരത്തിന്റെ അതേ എക്സ്പീരിയൻസ് ആയിട്ട്, ഇൻകാർണേഷന്റെ അതേ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ കാണുന്നത്. അല്ലാതെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു സംഭവം, അതിന്റെ ഒരു ഓർമ്മ അങ്ങനൊന്നും പിതാക്കന്മാരിലൊന്നും കാണാൻ പറ്റത്തില്ല. അവനോ നിൽക്കുന്ന ഒരു സിലബസ് അനുസരിച്ചിരിക്കും. പക്ഷെ പിതാക്കന്മാരുടെ സിലബസ് അനുസരിച്ചാണെങ്കിൽ അതൊരു ഓർമ്മയൊന്നുമില്ല. അത് അനുഭവം തന്നെയാണ്. അതിന്റെ പൂർണ്ണതയിൽ ആ കുർബാന അതിന്റെ ഒരു അനുഭവമാണ്. ആ കുർബാന സ്വീകരിച്ച് അതിനകത്തേക്ക് ജീവിക്കുന്നതായ, അതിൽ ചേരുന്നതായ അതിന്റെ സൗഖ്യം, അതിന്റെ ആനന്ദം, അതിന്റെ സന്തോഷം ചേരുമ്പോൾ അവർക്ക് പിന്നെ കിട്ടുന്നതാണ്, അവരതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ദേ ബിക്കം സിംഗിൾ മൈൻഡഡ്. ഇഹ്ദോയോ എന്നൊരു വാക്കുണ്ട്, സിംഗിൾ മൈൻഡഡ്. അവർക്ക് അത് മാത്രമായി പോയി. അതുകൊണ്ടാണ് അവർ സന്യാസിമാരായിട്ട് മാറുന്നത്. സന്യാസി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്, ഒരു സ്ഥാനമാനം അല്ല. അയാൾ സന്യാസിയാണ്, അയാൾ സന്യാസി അല്ല, ഇതല്ല. മറിച്ച് സന്യാസം എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് അങ്ങ് ഫോക്കസ് ചെയ്തപ്പോൾ പുള്ളി ബാക്കിയെല്ലാം മറന്നുപോയി. ഇങ്ങനെ ദൈവാനുഭവത്തെ അനുഭവിച്ച്, ദൈവത്തിന്റെ വിസ്മയത്തെ അനുഭവിച്ച്, ഈ രഹസ്യത്തിലേക്ക് ചേർന്ന് കന്യകമറിയാമും യേശുവും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് മനസ്സിലാക്കി, ഈശോ തമ്പുരാന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കി, യേശു മശിഹ സൗഖ്യം തരുന്നവനാണെന്ന് മനസ്സിലാക്കി, യേശു മശിഹയുടെ പറുദീസ അനുഭവത്തിന്റെ അനുഭവമാണ് മാമോദീസ എന്ന് മനസ്സിലാക്കി, യേശു മശിഹയുടെ അവതാരത്തിന്റെ, ജഡാവതാരത്തിന്റെ മുഴുവൻ സൗന്ദര്യവും അതിന്റെ സൗഖ്യവും വിശുദ്ധ കുർബാനയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നവർ വർഷം മൂലം കൊണ്ടുപോകേണ്ട ചില സ്വഭാവങ്ങളുണ്ട്. അതിലൊന്നാണ് ഉണർവ്. നമുക്കറിയാം, നമ്മുടെ സന്ധ്യാ നമസ്കാരം, നമ്മുടെ ശയന നമസ്കാര പ്രാർത്ഥന ബേസിക്കലി സെന്റ് എഫ്രൈം എന്ന് വന്നതാണെന്ന് നമുക്കൊക്കെ അറിയാം, അല്ലെ? ഞങ്ങൾക്കുള്ള കർത്താവെ, ഞാനിഹ നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുമ്പിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ ഈ അടിയാനുള്ള ഉറക്കം കർത്താവെ നിൻ തിരുമുമ്പിൽ നൽധൂപം പോലെ ആകണം. ഞാൻ പറയുന്നത് മർത്തോമ ക്രമത്തിലുള്ള ഇതാണ്. ചില വാക്കുകൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റം കാണും. എന്തായാലും ഈ വാക്ക് ഉണർവാണ്. അപ്പൊ എനിക്ക് കൊച്ചിലെ തൊട്ടേ വലിയ സംശയമായിരുന്നു, ഈ ഉറങ്ങാൻ പോകുമ്പോൾ ഉണർവിന്റെ കാര്യം പറയുന്നു എന്താണ്, അല്ലെ? ഉറങ്ങാൻ നമ്മൾ പോകുന്നതിന് മുമ്പേ ഉണർവിന്റെ കാര്യം പറയും. എനിക്കിത് മനസ്സിലായിട്ടേ ഇല്ല. പക്ഷെ പിന്നെ മനസ്സിലായി, വിജിൽ, ബീങ് അലേർട്ട് എന്ന് പിതാക്കന്മാർ പറയുന്നത് എപ്പോഴും ഒരു ഗർഭിണിയായ
അമ്മ തൻ്റെ കുഞ്ഞിന്റെ ചലനങ്ങൾ ഉദരത്തിൽ അറിയുന്നത് പോലെ ഈശോ തമ്പുരാൻ തൻ്റെ ഉള്ളിൽ ഉരുവാകുവാൻ വേണ്ടി ഓരോ വിശ്വാസിക്കുമുള്ള ഒരു അലേർട്ട്നെസ്സിനെയാണ് ഉണർവെന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ തറക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ തമ്പുരാൻ എന്നിൽ, ഞാൻ യേശുവിൽ നിറയണം, ഞാൻ യേശുവിനാൽ നിറയപ്പെടണം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഭവം ഞാൻ അനുഭവിക്കുന്നത് യേശുവിലാകയാൽ ആ യേശുവിൽ ഞാൻ നിറയപ്പെടണം എന്ന ജാഗ്രത, എന്ന തിരിച്ചറിവ്, എന്ന അലേർട്ട്നെസ്, ഇതിനെയാണ് ഉണർവെന്ന് പറയുന്നത്. അങ്ങനെ ഉണർവോടെ ജീവിക്കുന്നവർ അവർ സന്തോഷത്തോടെ ജീവിക്കും, അവർ ആനന്ദത്തോടെ ജീവിക്കും, ബ്ലിസ്ഫുൾ ആയിട്ട് ജീവിക്കും. എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു സങ്കടം, ഞാനൊരു സ്ഥലത്തൂടെ യാത്ര ചെയ്യാണ്, എനിക്കെതിരെ ഒരാൾ വരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ചിരിച്ചു കാണിക്കുന്നു. പുള്ളി പറഞ്ഞു, ഞാനിപ്പോ മാർത്തോമയിലല്ല എന്ന് പറഞ്ഞു. എനിക്കങ്ങ് ചിരി മൊട്ടി. അയ്യോ, ഈ ദൈവാനുഭവം ഉണ്ടായ ചിരിക്കാൻ പറ്റത്തില്ല, പിന്നെ എന്താ നമുക്ക് ഉണ്ടായത്? എനിവേ, ലെറ്റ് മീ കണ്ടിന്യൂ. നിങ്ങൾ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോ ഈ ഉണർവിന്റെ അടുത്ത സന്തോഷമാണ് ഉല്ലാസം. ഈ ഉല്ലാസത്തിൽ, ഈ സന്തോഷത്തിൽ, ആ സന്തോഷം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു കാലത്തെ നേതാക്കന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഴയ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഇതിന്റെ ചില ലാഞ്ചന കാണാൻ പറ്റും. നമ്മൾ ഈ വെസ്റ്റേൺ മിഷണറിമാരാണ് കേരളത്തിനെ എല്ലാം പഠിപ്പിച്ചെന്നുള്ളത് കുറച്ചുകൂടെ പഠിക്കപ്പെടേണ്ടതാണ്. സാധു കൊച്ചുഞ്ഞി ഉപദേശിയെയും PV തോമി ഉപദേശിയെയും ഒക്കെ വീണ്ടും പഠിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. കാരണം അവരിലുള്ള ഒരു സുറിയാനി ദൈവശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ അവരിലുള്ള ചിന്തകൾ വളരെ സുറിയാനി ദൈവശാസ്ത്രത്തിന്റെ ആഴത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് പറഞ്ഞിട്ട് അവിടുന്ന് പോകട്ടെ. അതുകൊണ്ട് ഈ ഉണർവുള്ളവരാവുക, ഉല്ലാസമുള്ളവരാകുന്നവർ എപ്പോഴും ഒരു മണവാട്ടിക്കുള്ള സന്തോഷം. ഇവിടെ മണവാളന്മാരും മണവാട്ടിമാരും ഇരിപ്പുണ്ടെങ്കിലും സഭയുടെ ചിന്തയിൽ പുരുഷനും സ്ത്രീയും മണവാട്ടിയാണ്. അപ്പൊ മണവാട്ടിക്കല്ലേ ഓർത്ത്, നിങ്ങളുടെ കല്യാണത്തിന്റെ തലേന്നൊന്ന് ഓർത്തേ. ഓർക്കുന്നുണ്ടോ? എന്നോട് ഇയാൾ പറഞ്ഞു, ലോണൊക്കെ എടുത്തപ്പോഴേ പോയച്ചാ ഓർമ്മയൊക്കെ ഇപ്പൊ ഇല്ല അല്ലെ? ചില രാജ്യങ്ങളിലൊക്കെ ചെന്നാലേ ലോൺ എടുത്തു എന്നുള്ളതാണല്ലോ. അല്ല, എന്നാലും നമ്മളൊന്ന് ഓർക്കുന്നല്ലോ, നമ്മുടെ കല്യാണത്തിന്റെ തലേ ദിവസം മൊത്തം സ്വപ്നങ്ങൾ, ചിന്തകൾ, താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ. സുറിയാനി പദം ഉപയോഗിക്കുന്നത് ഇതുപോലെയാണ്. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവസ്നേഹം ഇതുപോലാണ്. അങ്ങനെ അവരെപ്പോഴും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് സമർപ്പിതരാവുക. അങ്ങനെ അവർ ഈ സ്നേഹത്തിലായി കഴിയുമ്പോൾ ബാക്കി എല്ലാം മറന്നു പോകുന്നു. അങ്ങനെ അവരുപേക്ഷിക്കുന്നതിനെയാണ് നോമ്പുകൾ എന്ന് പൊതുവെ പറയുന്നത്. ഈ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ ഒട്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ പല കാര്യങ്ങളും, മോരില്ലേലും ചോറുണ്ണാം, ഇറച്ചി കഴിച്ചില്ലേലും ചോറുണ്ണാം, പക്ഷെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. 7 നേരവും പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം, ഇതൊക്കെ പുതിയ പിള്ളേരെ ഏറ്റെടുക്കും. പുതിയ പിള്ളേരെ കൊച്ചിലെ തൊട്ടേ പഠിപ്പിച്ചാൽ ഏറ്റെടുക്കും. നമ്മുടെ തെറ്റിദ്ധാരണയാണ് പുതിയ പിള്ളേരെ ഏറ്റെടുക്കത്തില്ലെന്നുള്ളത്. നമ്മൾ രാവിലെയും പറയുകയാണ് ആരും ഏറ്റെടുക്കത്തില്ല. കൊച്ചിലെ തൊട്ടേ പഠിപ്പിച്ചാൽ മതി. എനിക്ക് ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ജനിച്ചു വളർന്നൊരു കുഞ്ഞു വന്നു. അവള് വന്നതേ ഉള്ളൂ, ഞായറാഴ്ച വൈകിട്ട് എത്തിയത്. തന്നെയാണ് താമസിക്കുന്നത്, വീട്ടിൽ നിന്ന് മാറി. 3 കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ദിവസവും നമസ്കാരമുണ്ട് വൈകിട്ട്. അതിൽ ആ കൊച്ചു പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സെഗിത്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ആപ്പാണ്, അതുണ്ട്. ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. അതിൽ യാമപ്രാർത്ഥന ഉണ്ട്. അത് ഞാൻ ഈ കൊച്ചിന് അയച്ചു കൊടുത്തു. അപ്പൊ കുഞ്ഞിനോട് പറഞ്ഞാൽ ഭയങ്കര ഹീലിംഗ് അത് കേട്ടപ്പോൾ. എന്ന് മാത്രമല്ല വെച്ചാൽ വലിയൊരു സന്തോഷമാണ്. പല കാര്യങ്ങൾ അങ്ങ് മറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു നൊയമ്പ് എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അല്ല. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ എന്നോട് ഇനി ക്ഷമിക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ പോകുന്നതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ മോഡറേറ്ററോട് പറയും ഇളമേരാ വിളിക്കരുത്. എനിക്ക് പ്രസംഗത്തിനകത്ത് 2 തലവും വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന പറയണം, കുറെ കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തതും കൂടെ പറയണം. നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ക്ഷമിക്കണം. മോൻ 10ാം ക്ലാസ്സിലാച്ച ഞാൻ അതുകൊണ്ട് ഈ വർഷം നോയമ്പ് നോക്കുന്നു എന്ന് പറയുന്നത് പാപമാണ്. ക്ഷമിക്കണം, അതൊരു അബദ്ധമാണ്. അത് നോയമ്പൊന്നുമല്ല. വണ്ണം കൂടുവാച്ച അതുകൊണ്ട് ഈ വർഷം അങ്ങ് നോയമ്പെടുക്കാൻ തീരുമാനിച്ചു. അത് ഡയറ്റ് പ്ലാനാണ്, അത് നോയമ്പല്ല. ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനായി ദൈവത്തെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരാധ്യാത്മിക യജ്ഞമല്ല നോയമ്പ്.
മറിച്ച് ജീവിതത്തിന്റെ ഉദ്ദേശത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതായ ഒരനുഭവമാണ്. അതുകൊണ്ടാണ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഓ തോമസ് അച്ഛൻ ഇന്നലെ പറഞ്ഞു, ഇതൊരു ട്രെയിനിങ് ആണ്, ഇതൊരു ശിക്ഷണമാണ്, ഒരു ദൈവീകരണത്തിലേക്ക്, പടിപടിയായുള്ള വളർച്ചയിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ട് നമ്മൾ ചിലത് വർജിക്കുന്നു, അല്ലെ, രുചികളെ വർജിക്കുന്നു, വാക്കുകളെ വർജിക്കുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥനയെ ആർജിക്കുന്നു, ശാന്തതയെ ആർജിക്കുന്നു, ദൈവസ്നേഹത്തിൽ നിറയുന്നു. അതുകൊണ്ട് വർജന കേന്ദ്രീകൃതമായത് ഒരു പ്യൂരിറ്റനിസമായിട്ട് മാറും. അപ്പൊ പിന്നെ നമ്മൾ നോമ്പ് നോക്കാത്തവരോട് ഒരു പുച്ഛം, അല്ലേ? അതൊക്കെ ഈ സത്യം പറഞ്ഞാൽ അത്തരം ഈ ശുദ്ധാശുദ്ധിയുള്ള പരിപാടികള് കുഴപ്പം പിടിച്ചതാണ്. അതെങ്ങും എത്തത്തില്ല. അത് പ്രത്യേകം ഓർത്തോണം. അതിനെനിക്കൊരു നല്ല കഥയുണ്ട്. ഒരു ഇന്ത്യക്കാരൻ ഇംഗ്ലണ്ടില് റെസ്റ്റോറൻറ്റിൽ ചെന്നു. അപ്പോൾ സെർവ് ചെയ്യുന്ന ആള് വന്ന് വെച്ച് പല കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ ഇന്ത്യക്കാരൻ ചോദിച്ചു, ബീഫ് ഇല്ലയോ? അപ്പോൾ ഈ ബ്രിട്ടനിലുള്ള റെസ്റ്റോറന്റ് ആള് ചോദിച്ചു, നിങ്ങൾക്ക് അതിന് കൗ ഒക്കെ ഹോളി അല്ലേ, നിങ്ങൾ അതിനെയൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഓൺലി ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഈ നമ്മൾ ഇതിന്റെ വളരെ മേളിൽ മാത്രം, അതായത് വളരെ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ കഴിക്കത്തില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല, അങ്ങനെയാണെങ്കിൽ അതിന് വലിയ ആഴമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, പിതപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, ഈശോ തമ്പുരാന്റെ സാന്നിധ്യം, പരിശുദ്ധ കന്യകയായുള്ള സൃഷ്ടിയുടെ ഉയർപ്പ്, അതിനെ കാണുന്ന സഭയുടെ അനുഭവം, അതിലേക്ക് ചേരുന്ന പരിശുദ്ധ മാമോദീസ, അതിലേക്ക് ചേരുന്നതായ വിശുദ്ധമായ കുർബാന, അതിലൂടെ നാം ഓരോരുത്തരും പറയുകയാണ്, പരിശുദ്ധ കന്യകമറിയാം നിന്നെ ഉള്ളിൽ വഹിച്ചതുപോലെ അങ്ങേ വഹിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന അനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഉണർവ്, അത് തരുന്ന ഉല്ലാസം, അത് തരുന്ന ഉല്ലാസത്തിൽ ആണ് ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ട് അത് വ്യാഖ്യാനിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ മുന്നോട്ട് പോകും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? നോമ്പ് പ്രാർത്ഥനയാണ്. ഓ ലോർഡ് ആൻഡ് മാസ്റ്റർ ഓഫ് മൈ ലൈഫ്, grant me not a spirit of sloth and despondency, love of power and idle talk, but give me, your servant, a spirit of sober-mindedness, humility, patience, and love. Yes, O Lord and King, grant me to see my own faults, not to judge my brother, since you are the blessed to the end of ages. Amen. ഞാൻ ഒന്നുകൂടെ പറയാം. O Lord and Master of my life, എൻ്റെ ജീവന്റെ നാഥനും കർത്താവുമായ ദൈവമേ, grant me not the spirit of sloth, മടിയുടെ, ഉഴപ്പിന്റെ, അലസതയുടെ ആത്മാവിനെ എനിക്ക് തരരുതേ. എനിക്കിപ്പം വലിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ പുരുഷന്മാരൊക്കെ കേരളത്തിന് പുറത്ത് വന്നപ്പോൾ എനിക്ക് തോന്നിയ സന്തോഷമാണേ. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പുരുഷന്മാരൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. വലിയ സന്തോഷമാണ്. നല്ലതായിട്ട് ജോലിയൊക്കെ ചെയ്യും. അതൊരു വലിയ ചേഞ്ചാണ്. അതൊരു വലിയ നല്ല കാര്യം. വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അല്ലാത്ത അനുഭവമുണ്ട്. വീട്ടിൽ കയറി ചെന്നു, ഞാനൊരു സോഫ ഇരിക്കാൻ തുടങ്ങുക. അപ്പൊ അമ്മമ്മ പറഞ്ഞു, അച്ഛാ അവിടെ ഇരിക്കില്ലേ, അവിടെ ഇരിക്കില്ലേ. അച്ഛാ അതന്നെ ഇരുന്നാല്. അല്ലച്ചാ അവിടെ ഒരു ചെറിയ കുഴിയുണ്ട്, അതായത് സോഫയിൽ തന്നെ ഒരു കുഴി. അവിടെ പുള്ളിക്കാരൻ ഇരുന്നിരുന്നത് കുഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇരുന്ന് എഴുന്നേക്കാൻ പാടില്ല. മനസ്സിലായി? ഒരു പണിയും ചെയ്യാത്തവൻ നൊയമ്പിന് ചെയ്യേണ്ടത് പണിയെടുക്കുക. ഗ്രാൻഡ് മീ നോട്ട് ദ സ്പിരിറ്റ് ഓഫ് സ്ലോത്ത്, ഉഴപ്പിന്റെ, അലസതയുടെ ആത്മാവിനെ എനിക്ക് തരരുത്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും ഉഴപ്പുന്നവരുണ്ടെന്നുള്ളതും നമുക്കറിയാം. നല്ല മടിയുള്ളവരും ഉണ്ടല്ലോ. വെളുപ്പിനെ അച്ചായൻ എഴുന്നേൽപ്പിച്ചാൽ മാത്രമേ എഴുന്നേൽക്കുന്നവരെ നമുക്കറിയാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ രണ്ട് ജെൻഡറും തുല്യമാണെന്നുള്ള ഇന്റർനാഷണൽ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. നോട്ട് ദ സ്പിരിറ്റ് ഓഫ് സ്ലോത്ത് ആൻഡ് ഓഫ് ഡെസ്പോണ്ടൻസി. ഈ ഡെസ്പോണ്ടൻസി എന്നുള്ള വാക്ക്
അല്പം പ്രത്യേകത നിറഞ്ഞാണ്. ഇംഗ്ലീഷ് നല്ല ഈ നമ്മളെ സുറിയാനി പദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പഠിക്കുമ്പോൾ നമുക്കറിയുന്നത് തെറ്റിപ്പിച്ച് കളയുന്ന, തെറ്റായി ധരിപ്പിക്കുന്ന എന്നൊക്കെ വേണേൽ പറയാം. അതായത് വിലയില്ലാത്തത് ഞാൻ വിലയുള്ളതായി കാണുന്നതിനെയാണ് പൈശാചികമെന്ന് സുറിയാനിയിൽ പറയുന്നത്. അതായത് യാതൊരു കാര്യവുമില്ലാത്തതിനെ എനിക്കങ്ങ് കാര്യമായി തോന്നുന്നു. തെന്നിപ്പിച്ച് കളയുന്നവൻ, വീഴിപ്പിച്ച് കളയുന്നവൻ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഈ ഒരു അർത്ഥത്തിൽ ആണ്. അതുകൊണ്ട് എനിക്ക് വിലയില്ലാത്ത കാര്യങ്ങൾ വിലയുള്ളതായി തോന്നാൻ ഇടയാവരുതേ. അല്ലെ? ഒരു ഉദാഹരണം ഞാൻ പറയാം, പെട്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾ കുളിക്കുന്നു, സോപ്പ് താഴെ വീഴുന്നു, സോപ്പിനെ പള്ളുപള്ളി പറയുന്നു, സോപ്പിനെ ചീത്ത വിളിക്കുകയാണ്. ഒരു കാര്യമില്ല, ഈ സോപ്പിന് എന്തോ എന്റെ കയ്യിലിരുന്നാ പോരെ എന്ന് പറയുന്നു. സോപ്പിനോട് വരെ ദേഷ്യപ്പെടുന്ന അനുഭവം. ഇതാണ് വിലയില്ലാത്തത് വിലയുള്ളതായിട്ട് മാറുക. ഇനി ഇച്ചിരൂടെ പറഞ്ഞാല്, ഒരു വീട്ടിൽ ഭയങ്കര വഴക്കാണ്, കാറ് മാറണം. ഇപ്പൊ കാറ് മാറുക എന്ന് പറയുന്നത് നോമ്പിന് ഇതൊക്കെയാണോ പ്രസംഗിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ എന്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മോഡറേറ്റർക്ക് മാത്രം കത്തയച്ചാൽ മതി, എനിക്ക് മെസ്സേജ് അയക്കില്ലെന്ന് പ്രത്യേകം പറയുന്നു. കാറ് മാറണം, ഭയങ്കര ബഹളമാണ്. അവസാനം വീട്ടുകാരിങ്ങനെ മധ്യസ്ഥയ്ക്കായിട്ട് എന്നെ കൊണ്ടുപോയി. അങ്ങനെ വഴക്കിങ്ങനെ മൂത്ത് കാത്തി കയറി. അവസാനം ഞാൻ ചോദിച്ചു എന്തോ ശരിക്കും കാര്യം. അപ്പൊ വീട്ടുകാരി പറഞ്ഞു, അച്ഛാ അനിയത്തി വാങ്ങിച്ചിട്ട് 3 മാസമായച്ചാ, ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയത്. അനിയത്തി വാങ്ങിച്ചത് തുടങ്ങിയപ്പോ തൊട്ടേ ഇവിടെ തുടങ്ങിയിരിക്കുക, ഇപ്പോഴേ ഇവിടെ അറിയിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരു വിലയില്ല, വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഡെസ്പെൻഡൻസി ആൻഡ് ലവ് ഫോർ പവർ. അധികാരം വേണം, കീഴടക്കണം എന്നുള്ളതിൽ നിന്ന് എന്നെ വിടുവിക്കണം. ലവ് ഫോർ പവർ എന്നുള്ളത് ഞാൻ നീട്ടി പറയുന്നില്ല, കാരണം നമുക്കത് അറിയാവുന്ന കാര്യമാണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ഐഡിയൽ ടോക്ക്, ഗുണമില്ലാത്ത സംസാരം. എന്തുകൊണ്ടാണ് ഗുണമില്ലാത്ത സംസാരത്തെ ഇത്ര പ്രധാനമായിട്ട് കാണുന്ന അറിയാമോ? ശ്വാസമാണ് സംസാരം. നമുക്കറിയാം ഹീബ്രുവിൽ യാഹ്വേ എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയാറുള്ള ഒരു പദം. യാഹ്വേ എന്നുള്ളതിന് യാഹ്വേ, ഇഫ് യു ബ്രീത്ത് ഇറ്റ് ഈസ് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ആണ്. ശ്വാസം ദൈവത്തിന്റെ ദാനാണ്. അതുകൊണ്ട് ശ്വാസത്തിന്റെ ക്രമീകരണമായ സംസാരം ഐഡിയൽ ആവരുത് എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ടോക്കാണ്. ഇത്രയും എന്നിൽ നിന്ന് ഒഴിക്കണമേ, എന്നിട്ട് എന്തോ തരണം? ഗിവ് മീ യുവർ സെർവന്റ്, നിന്റെ ശുശ്രൂഷകനായ, നിന്റെ ദാസനായ എനിക്ക് സ്പിരിറ്റ് ഓഫ് സോബർ മൈൻഡഡ്നെസ്, ഏകാഗ്രത, നിന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന അവസ്ഥ തരണേ. എൻ്റെ കൊച്ചിലെ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല കഥ എന്ന് പറയുന്നത് ശരിയായ പ്രാർത്ഥന നടത്തിയ ഒരാളെ കുറിച്ചൊരു കഥയാണ്. ആ സംഭവം, കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നതാണ്. കുചേലൻ ഇങ്ങനെ അവലുമൊക്കെ ആയിട്ട് പോയി, ഭാര്യ പറഞ്ഞു വിട്ടു, എല്ലാം പറയണം. അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുചേലനൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ആ സാന്നിധ്യത്തിലെല്ലാം മറന്നുപോയി എന്ന് പറയുന്ന പോലെ. ഇതാ ദൈവത്തെ മാത്രം അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തെ മാത്രം കണ്ടു കഴിയുന്ന ഒരു സിംഗിൾ മൈൻഡഡ്നെസ് എനിക്ക് തരണേ. അടുത്തതായി നോമ്പിൽ തരേണ്ട 3 കാര്യങ്ങൾ പറയുന്നു. ഗിവ് മീ ഹ്യൂമിലിറ്റി, താഴ്മ എനിക്ക് തരണമേ. ദൈവത്തിന്റെ ആഴം കാണുന്ന മനുഷ്യന് ആദ്യം ഉണ്ടാകുന്നത് ഹ്യൂമിലിറ്റിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ബെനഡിക്റ്റൈൻ റൂള് വായിക്കാനായിട്ട്. ഞാനൊരു മങ്കൊന്നുമല്ല, ഞാനൊരു സാധാ അച്ഛനാണ്, വിവാഹിതനൊക്കെയാണ്. എന്നാൽ ഈ ബെനഡിക്റ്റൈൻ റൂളൊക്കെ വായിക്കുമ്പോൾ എനിക്കതിൻ്റെ ഡെപ്ത് കണ്ട് ഞാൻ അമ്പരക്കാറുണ്ട്. എത്ര ആഴമായിട്ട്. ബി ഹംബിൾ എന്നുള്ളത് ഒരു ബേസിക് ക്രിസ്ത്യാനിറ്റി ആണല്ലോ, ഹ്യൂമിലിറ്റി. അതുകൊണ്ട് പറയാണ്, നോമ്പ് കാലത്ത് എനിക്ക് കുറച്ചുകൂടെ ഹ്യൂമിലിറ്റി തരണമേ എന്ന് പറയുകയാണ്. കാരണം ഈ കർത്താവിനെയും കർത്താവിന്റെ ക്രൂശും, ഇന്നലെ അതാണല്ലോ തോമസ് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്, കർത്താവിന്റെ മഹത്വവും കർത്താവിന്റെ ക്രൂശും കർത്താവിന്റെ കബറടക്കവും കർത്താവിന്റെ പുനരുദ്ധാനവും അവന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ധ്യാനവും എല്ലാം കണ്ടു കഴിയുമ്പോൾ ഐ ബിക്കം സോ ഹംബിൾ. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് താഴ്മ തരണമേ എന്ന് പറയുകയാണ്. യൂറോപ്പിൽ വന്നപ്പോൾ ഉണ്ടായ വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, വലിയ സ്കോളേഴ്സിനെ കാണാനായിട്ടൊക്കെ ഭാഗ്യം. അവര് റോഡിൽ കൂടെ നടന്നങ്ങ് പോകും, അവരങ്ങനെ സ്കോളേഴ്സ് ആണെന്നും പറയത്തില്ല. ഐ വാസ് സോ ഹാപ്പി. അവരുടെ ഒരു ഹ്യൂമിലിറ്റി.
5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് അമ്മയോട് ഇംഗ്ലീഷിന്റെ ഒരു സംശയം ചോദിച്ചു. അമ്മ പറഞ്ഞു, ഡിക്ഷണറി നോക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പൊ കൊച്ചു പറഞ്ഞു, ഓ മമ്മ, യു ഡോണ്ട് നോ എനിത്തിങ്. അപ്പൊ അപ്പൻ പറഞ്ഞു, no, that is not the reason. She is a postdoctorate holder in English literature. Therefore, she don't want to make any mistake. Therefore, she will check the dictionary and tell you. അപ്പൊ ഈ 5ാം ക്ലാസ്സിലാണ് നമുക്ക് ഇത്രയും കോൺഫിഡൻസ്. 2 വാക്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ്, വേദോസത്തിൽ 5 വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ്, that will make us sick. Next one is patience. എനിക്ക് ക്ഷമ തരണമേ, സ്ഥിരത തരണമേ എന്ന് മാത്രമല്ല, സ്നേഹത്തിൽ എന്നെ നിറയ്ക്കണം. സ്നേഹമാണ് ദൈവം, രക്ഷയ്ക്ക് അടിസ്ഥാനം ദൈവസ്നേഹമാണ്. സ്നേഹത്താൽ നിങ്ങൾ ശുഭക്കോനോ ആണോ, ശുഭക്കാനയാണോ, ശുഭക്നാണോ, ഇതൊക്കെ പല ഈ ഈസ്റ്റ് സിറിയക്ക് എൻഡിങ് ആണോ കറക്റ്റ്, വെസ്റ്റ് സിറിയക്ക് എൻഡിങ് ആണോ കറക്റ്റ്, ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ്. ബട്ട് ഐ വുഡ് സേ അതിന്റെ ഫീൽ നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പട്ടക്കാരൻ തല കുനിച്ച് കുമ്പസരിക്കുന്നു, ജനത്തോട് പാപം ഏറ്റുപറയുന്നു, ജനം തിരിച്ചു പറയുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. അതിന് തുടക്കത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു, അത് കേട്ടായിരുന്നു, പ്രാർത്ഥന ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ അച്ഛ അന്നേരം അടുപ്പിൽ ഒരു സാധനം ഇരിക്കുകയായി, ശ്രദ്ധിച്ചു. തുടക്കം മുഴുവൻ ദൈവസ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. സ്നേഹം, ആ സ്നേഹത്തിന്റെ ആഴത്തിലാന്ന് പിന്നെ നിരപ്പ് ആകാൻ ഒരുപാടില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റിംഗ് അല്ല, ടോളറൻസ് അല്ല, ഫോർഗീവ്നെസ് ആണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. അതുകൊണ്ട് എനിക്ക് സ്നേഹത്താൽ നിറയണം. അതുകൊണ്ട് എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ തന്നെ കുറവുകളെ ഒന്ന് കാണാനും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കാനും എന്നെ സഹായിക്കണം. ഈസി ആയ ഒരു കാര്യമാണ് മറ്റേ ആടെ കുഴപ്പം പറയുന്നത്. അതിവിടെ പറഞ്ഞിട്ട് ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ നോമ്പിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഫിസിക്സ് പഠിച്ച നമ്മുടെ സജീവ് തുമ്പുങ്കനെ പോലെ ഒരാള്, തുമ്പുങ്കൽ സാറിനെ പോലെ ഒരാള് പള്ളിയിൽ പോവാണ്. രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങി വന്നപ്പോൾ വീട്ടുകാരി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ചോദിച്ചു, നീ പള്ളിയിൽ പോകാൻ വരുന്നുണ്ടോ? വീട്ടുകാരി അനങ്ങുന്നില്ല. അപ്പോൾ സജീവന് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു. ഇതിന് മിണ്ടാത്തെ ചൂട് അങ്ങോട്ട് അടുത്തിയെന്ന് ചോദിച്ചു, പള്ളിയിൽ പോകാൻ വരുന്നുണ്ടോ? അപ്പോഴും ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ പുള്ളിക്കൊരു സംശയം, ദൈവമേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അദ്ദേഹം അളന്നു നോക്കിയപ്പോ ഏകദേശം ഒരു 15 അടി ദൂരമുണ്ട്. അദ്ദേഹം കുറച്ചുകൂടെ അടുത്തു, 10 അടി അവിടെ നോക്കി, പള്ളി പോകാൻ വരുന്നുണ്ടോ? അപ്പോഴും അനക്കമില്ല. അപ്പൊ അദ്ദേഹത്തിന് ടെൻഷൻ കയറി. ഒരു 5 അടി അങ്ങോട്ട് നീങ്ങി. 5 അടി നീങ്ങിട്ട് ചോദിച്ചു, പള്ളി പോകാൻ വരുന്നുണ്ടോ? 4 തവണ, നിങ്ങൾ മറന്നുപോയില്ല, ഇപ്പൊ 4 തവണ ചോദിച്ചു കഴിഞ്ഞു. ഓക്കെ, അന്നേരവും അനക്കമില്ല. 2 അടി അടുത്തു, എന്നിട്ട് ചോദിച്ചു, പള്ളി പോകാൻ വരുന്നുണ്ടോ? 5ാം തവണ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, 5 തവണയായിട്ട് മനുഷ്യൻ നിങ്ങളോട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക, നിങ്ങൾക്ക് ചെവി കേൾക്കത്തില്ലയോ? സജീവ് വിചാരിച്ചത് മറ്റേ ആക്കാ കുഴപ്പമാണ്. നോമ്പ് എൻ്റെ കുറവുകൾ കണ്ടുപിടിക്കാനുള്ള സമയം. ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ, യേശുവിലേക്ക് നോക്കുമ്പോൾ എൻ്റെ രോഗാവസ്ഥ കണ്ടുപിടിക്കാൻ, ആ രോഗത്തിൽ നിന്ന് എന്നെ ഹീൽ ചെയ്യും. ശപിച്ചു കളയും, മുടിച്ചു കളയും, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതൊന്നും ക്രിസ്തീയമൊന്നുമല്ല. മടങ്ങി വരാൻ കാത്തിരിക്കുന്ന അപ്പൻ, സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന അമ്മ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് വീണ്ടെടുക്കുന്ന ദൈവം, ആ ദൈവം ഇതാ വിശുദ്ധ കുർബാന ഒരുക്കി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ദൈവമേ ഇതെനിക്കുണ്ട്, ഈ ഒരു കുറവ് എനിക്കുണ്ട് എന്ന് പറയുകയും മറ്റേ ആളെ ജഡ്ജ് ചെയ്യുന്നത് കുറയ്ക്കുകയും ചെയ്യുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്ന നല്ലതാണ്. ചെറിയൊരു പേപ്പർ എഴുതിയിട്ട് ഒരാളെ കുറ്റം പറയുമ്പോൾ ഒരു വര വരയ്ക്കുക. അപ്പൊ എന്നോട് ഞാൻ വേറെ ദിവസം ചോദിച്ചാ, പേപ്പർ മതിയോ ബുക്ക് വേണോ എന്ന് ചോദിച്ചു. കാരണം രാവിലെ ഇതാണല്ലോ പരിപാടി, ബുക്ക്. അതുകൊണ്ട് സെന്റ് എഫ്രേം പറയുകയാണ്, എന്നെ അവിടുന്ന് എൻ്റെ കുറവുകളെ കാണാനും മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനും പഠിപ്പിക്കണേ. ബിക്കോസ് യു ആർ ദ ബ്ലെസ്ഡ് ഓഫ് ഓൾ ഏജസ്. അതുകൊണ്ട് നോമ്പ് വിശ്വാസത്തിന്റെ ആഴം അനുഭവിക്കുന്ന സമയമാണ്. നോമ്പ് വിശ്വാസത്തിന്റെ വിസ്മയം അനുഭവിക്കുന്ന സമയമാണ്.
നോമ്പ് വിശ്വാസത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന സമയമാണ്. ആ സന്തോഷത്തിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഉപവാസം ചെയ്യുമ്പോൾ നോമ്പിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, നോമ്പിൽ നിങ്ങൾ ഒരിക്കലും സാഡ് ഫേസ് കാട്ടരുത്. കാരണം യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഹെവൻലി മിസ്റ്ററീസ്. ഞാൻ പറഞ്ഞു, നോമ്പ് ഒരു ഡയറ്റ് പ്ലാൻ അല്ല, നോമ്പ് ഒരു ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള പരിപാടിയുമല്ല. നോമ്പും ഉപവാസവും ഈ ദൈവാനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്നലെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ പറഞ്ഞ പോലെ അല്പം കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. എന്നെക്കാട്ടിൽ വളരെ സീനിയറായ മൈക്കിൾ അച്ഛന്റെ ഒക്കെ സാന്നിധ്യം ഞാൻ കാണുന്നുണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും എന്നെക്കാട്ടിൽ ഇത് അറിയാവുന്നവരാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരുണ്ട്, വളരെ അറിവുള്ളവരുണ്ട്. അവർക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ വെറും കൊച്ചു ചെറുക്കനാണെന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ ചെറിയ അന്വേഷണങ്ങളിൽ കിട്ടിയ കാര്യങ്ങൾ മാത്രം പറയുന്നു. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമുക്ക് ആ പ്രാർത്ഥന ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യാം. O Lord and my master of my life, grant me not spirit of sloth, despondency, love of power and idle talk. എന്റെ ജീവന്റെ നാഥനും ഉടയവനുമായ ദൈവമേ, എനിക്ക് അലസതയുടേതോ വ്യർത്ഥകാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയുടേതോ സ്ഥാനമാനങ്ങളോടുള്ള സ്നേഹത്തിൻ്റെതോ നിരർത്ഥകമായ സംസാരത്തിൻ്റെതോ ആയ ആത്മാവിനെ തരരുതേ. But give me, your servant, a spirit of sober-mindedness, humility, patience and love. എന്നാൽ അങ്ങയുടെ ദാസനായ എനിക്ക് അങ്ങയെ മാത്രം ധ്യാനിക്കുന്ന മനസ്സും താഴ്മയും ക്ഷമയും സ്നേഹവും നൽകണമേ. Yes, O Lord and my King, grant me to see my own fault and not to judge my brother, since you are the blessed of ages and ages. എന്റെ രാജാവും എന്റെ നാഥനുമായ ദൈവം തമ്പുരാനെ, എന്റെ കുറവുകളെ കാണുവാനും അവരനെ വിധിക്കാതിരിക്കുവാനും ഉള്ള കൃപ നൽകണമേ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എന്നേക്കും സ്തുത്യൻ ആകുന്നു. ആമേൻ. ദൈവത്തിന്റെ കരുണയും കാവലും നമ്മോട് കൂടി ഇരിക്കട്ടെ. അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ദൈവം തമ്പുരാനെ, പല സ്ഥലങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ദാസരായ ഞങ്ങൾക്ക് വൈദിക സ്ഥാനികളോട്, സഭാസ്ഥാനികളോട്, വിശ്വാസ സമൂഹത്തോട് ചേർന്ന് ഈ പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കുന്നു. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിനായി നിനക്ക് സ്തുതി. ഈ സഭ എത്ര ആഴമായി വചനം, ദൈവശാസ്ത്രം, ജീവിതം, കൂദാശകൾ പഠിക്കുന്നു. വചനമെന്ന കൂദാശയ്ക്കായി സ്തുതി. പൂർവ്വപിതാക്കളും മാതാക്കളുമായ വിശുദ്ധന്മാർക്കായി സ്തുതി. മാർ എബ്രഹാമിനായി സ്തുതി. അദ്ദേഹത്തിന്റെ രചനകൾക്കായി സ്തുതി. ദൈവമെന്ന വിസ്മയം, യേശു ക്രിസ്തുവിന്റെ ജഡം ധരിക്കൽ എന്ന വിസ്മയം, കാലത്തിന് മുമ്പ് മാതാവില്ലാതെ പിതാവിൽ നിന്ന് ജനിച്ചുവെന്നും കാലത്തികവിങ്കിൽ പിതാവില്ലാതെ മാതാവിൽ നിന്ന് ജനനം ചെയ്യുകയും ചെയ്യുന്ന വിസ്മയം, കന്യകമറിയാമന്റെ ഉദരത്തിൽ വസിക്കുമ്പോൾ തന്നെ അവിടുന്ന് സ്വർഗോന്നതങ്ങളിൽ വസിച്ചു എന്നുള്ള വിസ്മയം, ഈ വിസ്മയങ്ങൾ നോക്കിക്കാണുവാൻ, അവയെ ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് ശുദ്ധിയുള്ള ചിന്തകൾ തരണമേ. ഞങ്ങളുടെ ബോധങ്ങൾക്ക് ഒരു ഉയർച്ച തരണമേ. അതിൻ്റെ ഉല്ലാസവും അതിൻ്റെ ആനന്ദവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്കുള്ള പാപരോഗത്തെ സൗഖ്യമാക്കുന്നവനെ ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഈ നോമ്പുകാലം അവിടുത്തെ സ്നേഹത്തിൽ നിറഞ്ഞ്, അവിടുത്തെ ജാഗ്രതയിലായി, അവിടുത്തെ ഉണർവിലായി
അവിടുത്തെ താഴ്മയിലായി, അവിടുത്തെ ക്ഷമയിലായി, അവിടുത്തെ സ്നേഹത്താൽ നിറയുവാൻ സംഗതിയാക്കണം. ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. വാക്കുകളിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിക്കണമേ. വിശുദ്ധന്മാരെ കുറിച്ച് പറയാൻ ഞങ്ങളുടെ നാവിന് ശക്തി പോരാ. അവിടുന്ന് നിരന്തരം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ആദ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു അച്ഛാ. ഞങ്ങള് ശുഭകോന കൺവെൻഷന്റെ 2ാം ദിവസത്തിൽ ആര് പ്രസംഗിക്കണമെന്ന് ഇവിടെ ഒരു ആലോചന നടന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആരെങ്കിലും ഒരാളെ ക്ഷണിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അറിവനുസരിച്ച് അച്ഛനെക്കുറിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഒരു പൂ തരും എന്ന പ്രതീക്ഷയോടാണ് ഞങ്ങൾ അച്ഛനെ ക്ഷണിച്ചത്. ഏതായാലും അച്ഛൻ വന്ന് ഞങ്ങൾക്കൊരു പൂക്കാലം തന്നെയാണ് തന്നിരിക്കുന്നത്. വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഈ കാലത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ഈ നോമ്പ് കാലത്ത് ലഭിക്കുവാൻ, ഒരു ആത്മീയ സദ്യ ലഭിക്കുവാൻ അച്ഛനിലൂടെ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഔദ്യോഗികമായ നന്ദി പ്രകാശനത്തിനായിട്ട് ഡോക്ടർ സുനിൽ വർഗീസിനെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. ഡോക്ടർ സുനിൽ വർഗീസ്. താങ്ക് യു സജീവ്. ആദരണീയമായ വൈദിക ശ്രേഷ്ഠരെ, ഗ്ലോറിയസ് ഗോസ്പലിന്റെ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഷിബു പീഡിയകൾ പാസ്റ്റർ, ഈ സന്ധ്യാസമയത്ത്, ഇന്ത്യയിലെ സമയം ഞാൻ പറയുന്നത്, ഈ സന്ധ്യാസമയത്ത് ശുഭകോനോ കൺവെൻഷൻ, ഗ്ലോറിയസ് ഗോസ്പലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുഭകോനോ കൺവെൻഷന്റെ 2ാം ദിവസം എൻ്റെ സഭയായ മാർത്തോമ സഭയിൽ നിന്ന് ഒരു വൈദികൻ സംസാരിക്കാൻ വരുന്നു, ധ്യാനം ലീഡ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു ആങ്സൈറ്റി, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്തായിരിക്കും അച്ഛൻ പറയാൻ പോകുന്നത് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചോളം തുറന്നു പറയുകയാണെങ്കിൽ മാർത്തോമ സഭയിലെ ഒരു മുത്തിനെ കാണാൻ എനിക്ക് സാധിച്ചു എന്നുള്ള ഒരു വലിയ സന്തോഷം ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ വേദിയിലൂടെ പങ്കുവെക്കുകയാണ്. വിശുദ്ധ പിതാക്കന്മാരെ പറ്റി അച്ഛൻ ആഴമായി പഠിച്ച് ആ ഒരു വിശ്വാസ സത്യം പരസ്യമായി പ്രഘോഷിച്ച് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ ഇമോഷണലായി പോവുക സത്യം പറഞ്ഞു. അച്ഛനിലൂടെ കേട്ട ആ വചനം, പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ നന്ദി പറയറ്റുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കിയ ഗ്ലോറിയസ് ഗോസ്പലിനോട് ഞാൻ വളരെയേറെ കടപ്പെട്ടവരാണ് ഞങ്ങൾ എല്ലാവരും. അച്ഛൻ്റെ മുമ്പോട്ടുള്ള പഠനങ്ങൾ ഭംഗിയായി തീരട്ടെ. അച്ഛൻ്റെ PhD പൂർത്തീകരിച്ച് സഭയ്ക്കും സമൂഹത്തിനും ഉന്നതമായ, വളരെ ശ്രേഷ്ഠമായ സംഭാവനകൾ, ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ നമ്മുടെ ഏറ്റവും വിശുദ്ധമായ നമ്മുടെ സുറിയാനി പാരമ്പര്യം, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നെഞ്ചോട് ചേർത്ത ആ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം പ്രഘോഷിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഷിബു പാസ്റ്ററിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരിലും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതൊരു സംഘടനയല്ല, ഇത് ദൈവത്തെ അറിഞ്ഞ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സമ ചിന്താഗതിയുള്ള എല്ലാ സഭകളിലുള്ള ഒരു കൂട്ടമാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ വാക്കുകൾ വളരെയേറെ വിലമതിക്കുന്നു. ഈ സന്ധ്യയ്ക്കായി സന്തോഷം, നന്ദി. ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയ ഒരു ധ്യാന ചിന്ത ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിനായി ദൈവത്തിന് നന്ദി കരറ്റുന്നു. അച്ഛനും നന്ദി കരറ്റുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അച്ഛൻ തന്നെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച ആശീർവാദം പറയാമല്ലോ. അച്ഛൻ തന്നെ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ക്ഷമിക്കണം എന്നോട് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിശ്ചയമായിട്ടും വളരെ സീനിയറായ മൈക്കിൾ അച്ഛനെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്തോട്ടെ, അച്ഛൻ ആശീർവാദം, ഞാൻ പ്രാർത്ഥിക്കാം, അച്ഛൻ ആശീർവാദം പറയും, ഉചിതമായിരിക്കും. നല്ലവനായ തമ്പുരാനെ, അവിടുത്തെ ദയാലും കരുണയാലും ഞങ്ങളെ കാക്കുകയും അവിടുത്തെ ഉണർവിനാൽ ഞങ്ങളെ സ്പർശിക്കുകയും അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയുകയും അവിടുത്തെ സൗഖ്യത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അവിടുത്തെ വെളിച്ചത്താൽ ഞങ്ങളെ തെളിച്ചമുള്ളവരാക്കുകയും
അവിടുത്തെ ക്ഷമയാൽ ഞങ്ങളെ പവിത്രീകരിക്കുകയും അവിടുത്തെ അൻപിനാൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും അവിടുത്തെ വാഴ്വിനാൽ ഞങ്ങളെ കരങ്ങളിൽ വഹിക്കുകയും അവിടുത്തെ നിത്യതയാൽ ഞങ്ങളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. മൈക്കിളച്ചൻ ആശീർവാദം പറയും. മൈക്കിളച്ചൻ ആശീർവാദം പറയാമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ആശീർവാദം പറയാമോ അച്ഛാ? മൈക്ക് അൺമ്യൂട്ട് അല്ല. ഒരു മൈക്കിന്റെ ഇടത് സൈഡിൽ താഴെയായിട്ട് ഒരു ചെറിയ മൈക്കിന്റെ ഒരു ഇത് കാണാം. ഒന്ന് അവിടെ ടച്ച് ചെയ്താൽ മതി. അച്ഛൻ ചെയ്തിട്ട് അത് സാധിക്കുന്നില്ല. അപ്പൊ അച്ഛൻ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധരുടെ കൂട്ടായ്മയും സംബന്ധവും സഹവാസവും പ്രിയമുള്ളവരെ നാം എല്ലാവരോടും കൂടെ നാം ഓർത്തിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങളോടുകൂടെ നാം ആർക്കെല്ലാം വേണ്ടി ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന അവരോടുകൂടെ ഈ നോമ്പ് കാലത്തും എല്ലാ കാലത്തും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇനിയും ആർക്കെങ്കിലും അച്ഛൻ ഇന്ന് സംസാരിച്ച വിഷയത്തെ ആസ്പദമാക്കി മാർ അബ്രഹാമിന്റെ രചനകളെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കാനായിട്ട് സമയമാണ്. ഓപ്പൺ അവേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ, പലർക്കും പല സംശയങ്ങൾ ഉണ്ടെന്ന് അറിയാം. പ്രത്യേകിച്ച് മാർ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ഇവിടെ വളരെയധികം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം ഇന്ന് ചർച്ച ചെയ്തതിന്റെ മറ്റൊരു കോണിൽ നിന്നാണ് അച്ഛൻ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും മാർ അബ്രഹാമിന്റെ രചനകളെ കുറിച്ചോ അച്ഛൻ ഇന്ന് സംസാരിച്ച അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വീക്ഷണങ്ങളെ കുറിച്ചോ അദ്ദേഹത്തിന്റെ നോമ്പിനെ കുറിച്ചുള്ള വീക്ഷണങ്ങളെ കുറിച്ചോ ഒക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓരോരുത്തരായിട്ട് ചോദിച്ചാട്ടെ. ഈ 1400 പോസ്റ്റുകൾ അവിടെ നിൽക്കുക. നിങ്ങൾ ആലോചിക്കണം, ആ പോസ്റ്റുകൾ കൊടുത്തു എന്ന് ലൈവ്